വി എൽ ഐ എൽ സൈൻ ഫൈ എന്നുള്ളതാണ്. വി എൽ ഐ എൽ സൈൻ ഫൈ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യം പവറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പ് നമുക്ക് പവർ ഫാക്ടർ എങ്ങനെയാണ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതായിരുന്നല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പവർ ഫാക്ടർ. സോ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ cos ഫൈ ആണ് പവർ ഫാക്ടർ അല്ലെ. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് W1 + W2 അറിയാമെങ്കിൽ ഇവിടെ നിന്ന് cos ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? വി എൽ അറിയണം, ഐ എൽ അറിയണം. അതായത് ഇത് രണ്ടും മെഷർ ചെയ്യാൻ 2 വാട്ട് മീറ്റർ വേണം അല്ലേ. വി എല്ലും ഐ എല്ലും മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്ററും വേണം, ഒരു അമ്മീറ്ററും വേണം. അതായത് 4 മീറ്റേഴ്സ് വേണം ഈ ഇക്വേഷനിൽ നിന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ. അതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. W1 + W2 എന്ന് പറയുന്നത് √3 VL IL cos φ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. W1 - W2 എന്ന് പറയുന്നത് VL IL sin φ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2 is equal to √3 VL IL √3 ഇല്ല, സോറി, രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ അല്ലേ ചെയ്യുന്നത്, √3 വരത്തില്ല. VL IL sin φ ഡിവൈഡഡ് ബൈ √3 VL IL cos φ. അപ്പം ഇതില് VL ക്യാൻസൽ ചെയ്തു പോയി, IL ക്യാൻസൽ ചെയ്തു പോയി. ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതായത് ഞാൻ ഈ സൈഡ് ആദ്യം എഴുതുന്നു. അപ്പൊ sin φ ബൈ cos φ എന്ന് പറയുന്നത് tan φ ആണ് അല്ലെ. എന്നിട്ട് ഞാൻ ഈ √3 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്ത് കിട്ടും? √3 × W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2. ഇതാണ് tan φ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് tan φ കിട്ടി. നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? പവർ ഫാക്ടർ. അതെന്ന് പറയുന്നത് cos φ ആണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ നിന്ന് ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. φ = tan ഇവിടെ അല്ലേ, ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് tan ഇൻവേഴ്സ് ഓഫ് √3 × W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് φ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ cos φ എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് φ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കേ. ഇവിടെ നിന്ന് നമ്മുടെ ഫൈയുടെ ആംഗിൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ റീഡിംഗ് മതി? W1 ഉം W2 മാത്രം മതി. W1 W2, അതായത് ജസ്റ്റ് 2 വാട്ട് മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 വാട്ട് മീറ്റർ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാം? പവർ മെഷർ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. പവർ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ √3 VL IL cos φ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആണ് അല്ലെ, ആക്റ്റീവ് പവർ. അപ്പൊ പവർ മെഷർമെന്റ് പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് പവർ ഫാക്ടർ മെഷർമെന്റ് പറ്റും, PF മെഷർമെന്റും പറ്റും. മൂന്നാമത്തത് പവർ ഫാക്ടർ ആംഗിൾ മെഷർമെന്റും പറ്റും. അപ്പം 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ cos φ കണ്ടുപിടിക്കാൻ പറ്റും, പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ φ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇത്രയാണ് നമുക്ക് 2 വാട്ട് മീറ്റർ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ അടുത്ത് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? അത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ കിട്ടിയോ എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ്. ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ല എന്ന് ചാറ്റ് ബോക്സിനകത്ത് ഇടുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളവര് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക.
അതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഒന്ന് കയ്യിൽ വെച്ചിരിക്കുക, നമ്മൾ അടുത്ത് പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ലാതെ പറയുക കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് കാര്യം. ഇനി അപ്പൊ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഈ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടേംസ് ആണ്. ഓക്കെ, നമ്മുടെ 3 ഫേസ് സിസ്റ്റം വരുമ്പോഴത്തേക്കും നമുക്ക് 3 പവർ ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ആക്റ്റീവ് പവർ, രണ്ടാമത്തത് റിയാക്റ്റീവ് പവർ, മൂന്നാമത്തത് അപ്പാരന്റ് പവർ. ഓക്കെ, ഈ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റ്സ്, ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ്സ് വാട്ടോ കിലോ വാട്ടോ ആയിരിക്കും. ഓക്കെ, വാട്ട് ഓർ കിലോ വാട്ട്, ഞാൻ കിലോ വാട്ടിൽ പറയുന്നു. റിയാക്റ്റീവ് പവറിൻ്റെത് കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, KVAR എന്നാണ് പറയുന്നത്. കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, KVAR. അപ്പാരന്റ് പവറിൻ്റെത് കിലോ വോൾട്ട് ആംപിയർ. അപ്പം KWയും KWARഉം ഒരു പ്രത്യേക രീതിയിൽ വെക്ടർ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് KVA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓരോന്നിന്റെയും ഇക്വേഷൻ. ഇപ്പൊ കിലോ വാട്ട് ആണെങ്കിൽ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ P ആണ്. ഓക്കെ, P എന്ന് പറയുന്നത് √3, നിങ്ങൾ പഠിച്ചിട്ടുള്ള √3 VL IL cos phi. ഇനി ഇതെന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് √3 VL IL sin phi. ഇനി അടുത്ത് അപ്പാരന്റ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ S. ഇതെന്ന് പറയുന്നത് √3 VL IL. ഇത് ഇത്രയാണ് ഇക്വേഷൻ. സോ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്, ആക്റ്റീവ് പവർ ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ. നമുക്ക് ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, അതിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതെന്ന് പറയുന്നത് √3 VL IL cos phi ആണ്. അതാണ് ആക്റ്റീവ് പവർ. ഈ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പവർ മുടക്കണം. ആ പവറാണ് ഈ Q എന്ന് പറയുന്നത്. അത് √3 VL IL sin phi. S എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും വെക്റ്റർ സമ്മാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ ഇതിനു മുമ്പ് ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിച്ചു അല്ലെ? ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ? എങ്ങനെയാണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ RX, ഇതെന്ന് പറയുന്നത് Z, ഇതാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കോസ് ഫൈയുടേതും കണ്ടുപിടിച്ചു. അപ്പൊ ഇതിന് സമാനമായിട്ട് നമുക്കൊരു ഉള്ളതാണ് പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പവർ ട്രയാങ്കിൾ. അപ്പൊ പവർ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുക്കുന്നു. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ 90 ഡിഗ്രി. അപ്പം ഇത് ഫൈ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഫൈയുടെ ഇതോട് ചേർന്ന് കിടക്കുന്നതായിരിക്കും പി. കാരണം കോസ് ഫൈ വരുന്നു ഇവിടെ പി. സൈൻ ഫൈ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അപ്പൊ ഇത് ക്യൂ. അപ്പൊ ഇത് പിയും ക്യൂ ആണെങ്കിൽ ഇത് എസ് ആണ്.
അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. എസ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റിതിനുണ്ട്, ജയകൃഷ്ണൻ പി എസ്. കേക്കാം. അപ്പൊ പറഞ്ഞേടേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ പിയും ക്യൂവും ഉണ്ട്, എസ് ഉണ്ട്. അപ്പൊ എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? പിയും ക്യൂവും നമുക്ക് അറിയാം. പി ക്യൂ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡാണ്. ആ രണ്ട് സൈഡിന്റെ വാല്യൂ അറിയാമെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ, പൈതഗോറസ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും. അവിടെ നിന്ന് നമുക്ക് എസ് കിട്ടണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആക്റ്റീവ്, റിയാക്റ്റീവ്, അപ്പാരന്റ് എന്ന് പറയുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഇതില് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? √3 VLIL cos φ വരുന്നത് ആക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ ആണെങ്കിൽ √3 VLIL sin φ. അപ്പാരന്റ് പവർ ആണെങ്കിൽ √3 VLIL. ഇത് ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ √3 VLIL cos φ നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ നിന്ന് W1 പ്ലസ് W2 ചെയ്തപ്പം കിട്ടി. നമുക്കിനി അപ്പാരന്റ് പവർ, അപ്പാരന്റ് അല്ല റിയാക്റ്റീവ് പവർ വേണം. റിയാക്റ്റീവ് പവർ, അപ്പൊ റിയാക്റ്റീവ് പവർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Q ഇസ് ഈക്വൽ ടു നമുക്ക് √3 VLIL sin φ. ഓക്കെ, അതായത് എനിക്ക് Q എന്ന് പറയുന്ന 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ച് Q എന്ന് പറയുന്ന റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കണം. അതെനിക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡിൽ നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇനി ശ്യാംലാൽ പറഞ്ഞു ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ശ്യാംലാൽ വീണ്ടും പോയി. എന്ന് പറയുന്നത് W1 മൈനസ് W2 ആണ്. അപ്പം നമുക്ക് അപ്പാരന്റ് അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ വേണമെങ്കിൽ നമ്മൾ W1 മൈനസ് W2നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പൊ നമുക്ക് ആക്റ്റീവ് പവർ വേണമെങ്കിൽ W1 പ്ലസ് W2 ചെയ്യുക. റിയാക്റ്റീവ് പവർ വേണമെങ്കിൽ √3 ഇൻറ്റു W1 മൈനസ് W2 ചെയ്യുക. Q വേണമെങ്കിൽ √3 ഇൻറ്റു W1 മൈനസ് W2. ഇനി അടുത്ത് നമുക്ക് പവർ ഫാക്ടറിന് വേണ്ടിയിട്ട് tan φ വേണമെങ്കിൽ, എന്ത് ചെയ്യണം? √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 ചെയ്യുക. ഓക്കെ, അപ്പം ഇത് ഇത്രയുമാണ് നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങളായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇപ്പം എടുത്ത് കാണിക്കാം. അതുകൊണ്ട് കയ്യിൽ നോട്ട്ബുക്കും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പവർ ഇൻ എ 3-phase system in which 2 wattmeter method is used. The reading of the first wattmeter is 600 watt and that of second is 250 watt. Calculate the power factor of the load also. ചെയ്തേ, ഒരു 3 മിനിറ്റ് സമയമുണ്ട്. എന്റെ ക്ലോക്കിൽ 9:26, 9:29 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ പറയുന്നവര് അതിന്റെ ആൻസർ പറഞ്ഞു തരണം. പെട്ടെന്നാവട്ടെ. ഓക്കെ, അപ്പം സമയമായി. അപ്പൊ റിതിൻ ഒന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് വെക്കാം. സി, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു എപ്പോഴും പ്രോബ്ലം ഉള്ളപ്പോഴത്തേക്കും ആദ്യം ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റയും എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. സോ കാൽക്കുലേറ്റ് ദ പവർ. അപ്പൊ നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏത് പവർ ആണെന്ന് പറഞ്ഞിട്ടില്ല, അതൊരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് പറ്റുന്ന പവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് മെയിൻ ഉദ്ദേശം. ഇതിൽ 2 വാട്ട് മീറ്റർ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് 3-phase പവർ മെഷർമെന്റിൽ.
ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ റീഡിംഗ് 600 വാട്ട്. അപ്പൊ W1 എന്ന് പറയുന്നത് 600 വാട്ട് ആണ്. 600 വാട്ട് ആണ് ഫസ്റ്റ് വാട്ട് മീറ്റർ. ആൻഡ് ദാറ്റ് ഓഫ് സെക്കൻഡ് ഈസ് 250 വാട്ട്. അപ്പൊ 250 വാട്ട് ആണ് രണ്ടാമത്തതിൻ്റെത്. അപ്പൊ W2 എന്ന് പറയുന്നത് 250 വാട്ട് ആണ്. ഇനി അടുത്ത നമുക്ക് പിന്നെ കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പവർ ഫാക്ടർ. അപ്പം പവറും ഉണ്ട് പവർ ഫാക്ടറും ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ പവറും ഉണ്ട് പവർ ഫാക്ടറും ഉണ്ട്. അപ്പൊ പവർ P അറിയത്തില്ല, Q അറിയത്തില്ല, ദെൻ നമുക്ക് അറിയേണ്ടത് കോസ് ഫൈ. അതായത് പവർ ഫാക്ടർ, അതും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇത് ഇത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ട് P എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആണ്. സോ ദാറ്റ് ഈസ് 600 പ്ലസ് 250, ദാറ്റ് ഈസ് ഈക്വൽ ടു 850 വാട്ട്. ഇതാണ് പവർ P എന്ന് പറയുന്നത്. Q കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? W1 മൈനസ് W2 ചെയ്യുക, അതിന്റെ കൂടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ്? √3 ഇൻറ്റു W1 600 മൈനസ് 250, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 350 അല്ലെ? സോ എത്ര കിട്ടും? കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 1.732 into 350, that is 606.2. അപ്പം 606.2. ഓക്കെ, 606.2. അപ്പം ഇതിന്റെ യൂണിറ്റ് ആണ് ഒരു വിഷയം. ഇതിന്റെ യൂണിറ്റ് എപ്പോഴും നിങ്ങൾ ഇത് പറയുമ്പോഴത്തേക്കും യൂണിറ്റിൽ വേണം, യൂണിറ്റ് തന്നെ ആയിരിക്കണം പറയേണ്ടത്. അപ്പൊ ഇവിടെ വാട്ട് ആണെങ്കിൽ ഇവിടെ വരുന്നത് വാട്ട് ആംപിയർ റിയാക്റ്റീവ് വാർ എന്നുള്ളതായിരിക്കും. ഇവിടെ വാട്ട് ആയതുകൊണ്ട് ഇവിടെ VAR. ഇവിടെ കിലോ വാട്ട് ആയിരുന്നു, അതായത് 600ഉം 250ഉം തന്നിരിക്കുന്നത് വാട്ട്സിലാണ്, അതുകൊണ്ട് ഇവിടെ VAR വരും. അത് കിലോ വാട്ടിലായിരുന്നെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആയിരുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എസ് അപ്പാരന്റ് പവറും കാൽക്കുലേറ്റ് ചെയ്യാം. S is equal to square root of P square plus Q square വെച്ച് കഴിഞ്ഞാൽ അപ്പാരന്റ് പവറും കിട്ടും. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിന്റെ യൂണിറ്റ് വന്നിട്ട് വോൾട്ട് ആംപിയർ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ഫാക്ടർ ആണ്, കോസ് ഫൈ. ഓക്കെ, കോസ് ഫൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ച് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ടാൻ ഫൈ ആണ്. ടാൻ ഫൈ എന്ന് പറയുന്നത് √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമുക്ക് √3 ഇൻറ്റു W1 മൈനസ് W2 എന്ന് പറയുമ്പോൾ 350 ഡിവൈഡഡ് ബൈ 850. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടാൻ ഫൈയുടെ വാല്യൂ കിട്ടും. സോ ടാൻ ഫൈയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേ, റെത്തിൻ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ ടാൻ ഫൈയുടെ വാല്യൂ എത്രയാണെന്ന്. ഗോകുൽ MS പറഞ്ഞേടെ എത്രയാണ് ടാൻ ഫൈയുടെ വാല്യൂ, ഫൈയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേ. ടാൻ ഫൈ കിട്ടിയത് 0.71 ആണ്. 0.71, ഒരു ഡിജിറ്റും കൂടെ പറ. 0.71 713 എന്ന് കിട്ടും. 713. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഫൈയുടെ വാല്യൂ എത്ര കിട്ടിയടാ? 5 ചെയ്തില്ല. ടാൻ ഇൻവേഴ്സ് ഓഫ് 0.713. അപ്പൊ എത്ര കിട്ടും? അതെത്ര കിട്ടും? കാൽക്കുലേറ്റർ ഇട്. കാൽക്കുലേറ്റർ ഇല്ലേ? ഇൻവേഴ്സ് 35.4 ആണ്. 35.49 ഡിഗ്രി. കറക്റ്റ്. അപ്പം 5 കിട്ടി. ഇനി ഇതിൽ നിന്ന് കോസ് 5 കണ്ടുപിടിക്കണം. കോസ് 5യുടെ വാല്യൂ കൂടെ പറയണം. 4 പവർ ഫാക്ടർ ആവത്തുള്ളൂ. 814. ശരി.
മ്യൂട്ട് ചെയ്തു. സോ അപ്പൊ നമുക്ക് പവർ ഫാക്ടറും കിട്ടി. 0.814 എന്ന് പറയുന്ന ആൻസറും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലം ചെയ്തതിൽ? ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? അത് എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള ആൻസറുകൾ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ്റെ ഇതാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് റിതിൻ ചെയ്യണം. ചെയ്തു. In a balanced three-phase system, a three-phase load whose power factor is 0.642, the line voltage is 400 volt and the current is 10 amperes. Calculate the readings of the wattmeter and power factor angle. ചെയ്തേടെ, പെട്ടെന്നാവട്ടെ. ഇതിന് കുറച്ച് കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി വരും. I'll be giving around 7 minutes. So 9:40 is the time. So by 9:47, you should be ready with your answers. ശരി, മ്യൂട്ട് ചെയ്തോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ ക്വസ്റ്റ്യൻ നേരെ വായിക്കുക. പിന്നെ ബാലൻസ്ഡ് ത്രീ ഫേസ് സിസ്റ്റം. അപ്പൊ ത്രീ ഫേസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ത്രീ ഫേസ് ലോഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നിക്കുന്ന കാര്യം പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ 0.642 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം പവർ ഫാക്ടർ, അപ്പൊ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഫൈവ്. കോസ് ഫൈവ് എന്ന് പറയുന്നത് 0.642 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ദ ലൈൻ വോൾട്ടേജ് ഈസ് 400 വോൾട്ട്. അപ്പൊ വി എൽ എന്ന് പറയുന്നത് 400 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് കറണ്ട് ഈസ് 10 ആംപിയർ. അപ്പൊ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. കാൽക്കുലേറ്റ് ദ റീഡിങ്സ് ഓഫ് ദ വാട്ട് മീറ്റർ. റീഡിങ്സ് ഓഫ് ദ വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ W1 ഉം W2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പവർ അല്ല. പി ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചിരിക്കുന്നത് റീഡിങ്സ് ഓഫ് ദ വാട്ട് മീറ്റർ ആണ്. അപ്പൊ W1 W2 ആണ് നമുക്ക് ആവശ്യമുള്ളത്. പവർ ഫാക്ടർ ആംഗിൾ, അതായത് ഫൈ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ W1 നമുക്കറിയത്തില്ല, W2 അറിയത്തില്ല, ഫൈ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇത് എത്രയാണ്? ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, കോസ് ഫൈ നമുക്കറിയാം. കോസ് ഫൈ ഇസ് ഈക്വൽ ടു 0.642, റൈറ്റ്? സോ ഇവിടെ നിന്ന് നമുക്ക് ഫൈ കണ്ടുപിടിച്ചുകൂടെ? ഫൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 0.642. ഇപ്പൊ ആൻസർ എത്ര കിട്ടും? ഫൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 0.642. എത്ര കിട്ടും? ജയകൃഷ്ണൻ പി എസ് പറഞ്ഞേടെ, എത്ര കിട്ടും? 0.05 ഡിഗ്രി ആണ് വരുന്നത്. മ്യൂട്ട് ആയിക്കോ. അപ്പൊ ഫൈ എന്ന് പറയുന്ന പവർ ഫാക്ടർ ആംഗിൾ 50.05 ഡിഗ്രി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് W1 ഉം W2 ഉം കണ്ടുപിടിക്കാം. സോ W1ന്റെ ഇക്വേഷൻ എന്താണ്? VL ഇൻറ്റു IL ഇൻറ്റു കോസ് ഓഫ് 30 മൈനസ് 5. 30 minus 5. W2 is equal to VL into IL into cos of 30 plus 5. ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് W1 ഉം W2ന്റെയും ആൻസർ കിട്ടും. അതിന്റെ ആൻസർ എത്രയാണെന്ന് പറഞ്ഞേ. മുഹമ്മദ് AS പറഞ്ഞേടെ. കാരണം V എന്ന് പറയുന്നത് വോൾട്ടേജിലും I എന്ന് പറയുന്നത് ആംപിയറിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് യൂണിറ്റ് കിട്ടുന്നത് മ്യൂട്ട് ചെയ്തോ, വാട്ടിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് കിലോ വാട്ടിൽ എഴുതാം. 3.757 കിലോ വാട്ട്. ഓക്കെ, അതുപോലെ W2 ചെയ്തിട്ട് അതിന്റെ ആൻസർ പറഞ്ഞേ. ഉത്രരാജ് പറഞ്ഞു. സാർ പറഞ്ഞോ. ഒരു മിനിറ്റ് സാർ. സാർ W2 691.15 യൂണിറ്റ് വാട്ട്. ഓക്കെ, കറക്റ്റ് ആണ്. 691.15 വാട്ട്. അപ്പൊ ഇതിന് നമുക്ക് കിലോ വാട്ടിൽ എഴുതണമെങ്കിൽ ഇറ്റ് ഈസ് 0.691 കിലോ വാട്ട്. അപ്പൊ നമ്മൾ W1 ഉം W2 റീഡിങ്സ് ഓഫ് ദ വാട്ട് മീറ്റർ കണ്ടുപിടിച്ചു.
അപ്പൊ നമുക്ക് ഇതിനകത്ത് പവറും കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ പി ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ W1 പ്ലസ് W2 ചെയ്യുക. Q കണ്ടുപിടിക്കണമെങ്കിൽ W1 മൈനസ് W2 ചെയ്യുക. എസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പൊ നമ്മൾ പവർ ഫാക്ടർ ആംഗിളും കണ്ടുപിടിച്ചു, റീഡിങ്സ് ഓഫ് ദ വാട്ട് മീറ്ററും നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ വാട്ട് മീറ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒരു കമ്പാരിസൺ പോലത്തെ ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് കാൽക്കുലേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പവർ ഫാക്ടറിന്റെ ആംഗിള് ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ എഴുതിയിരിക്കുന്നത്, ഈ സൈഡ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് പവർ ഫാക്ടർ ആംഗിൾ ആണ്. 5, 0, 30, 60, 5 ഗ്രേറ്റർ ദാൻ 60 ആവുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് W1ന്റെയും W2ന്റെയും വേരിയേഷൻ ആണ് എനിക്ക് ആവശ്യമുള്ളത്. വേരിയേഷൻ ഇൻ ദ സെൻസ് അത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം W1 ഇസ് ഈക്വൽ ടു VL IL cos phi. ഓക്കെ, W2 ഇസ് ഈക്വൽ ടു VL cos phi അല്ല 30 മൈനസ് 5 സോറി ആൻഡ് VL IL cos 30 പ്ലസ് 5. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ VL ഇൻറ്റു IL-നെ നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് 1 ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് 1. VL ഇൻറ്റു IL 1 ആണ്. അപ്പൊ W1 എന്ന് പറയുന്നത് എന്താവും? cos 30 മൈനസ് 5. ഇതെന്ന് പറയുന്നത് cos ഓഫ് 30 പ്ലസ് 5. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് phi ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ഇടുന്നു. phi ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? cos 30 cos 30 അല്ലെ? cos 30 cos 30. അപ്പൊ ഇതിനെ നമുക്ക് അപ്പൊ phi എന്ന് പറയുന്നത് 0 ഇട്ട് കഴിഞ്ഞാൽ W1 ഇസ് ഈക്വൽ ടു cos 30, W2ഉം cos 30. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു W ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ phi ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ, phi ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഇവിടെ ഒരു ഇക്വേഷൻ വരുന്നത് W എന്ന് പറയുന്ന ഒരു റീഡിംഗ് ആയിരിക്കും, ഇവിടെയും W എന്ന് പറയുന്ന ഒരു റീഡിംഗ് ആയിരിക്കും. അപ്പം phi ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ 2 വാട്ട് മീറ്റർ മെത്തേഡില് 2 വാട്ട് മീറ്ററും സെയിം വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യുന്നത്. ഓക്കെ, phi 0 ആണെങ്കിൽ cos phi എന്ന് പറയുന്നത് എന്താണ്? cos 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് അതിനെ പറയുന്ന പേര് ഞാൻ പറഞ്ഞു, UPF കണ്ടീഷൻ, യൂണിറ്റി പവർ ഫാക്ടർ കണ്ടീഷൻ. അപ്പൊ യൂണിറ്റി പവർ ഫാക്ടർ കണ്ടീഷൻ ആണെങ്കിൽ വാട്ട് മീറ്റർ റീഡിങ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ phi ഇസ് ഈക്വൽ ടു 30 ഡിഗ്രിയുടെ കേസ് നിങ്ങൾ പറഞ്ഞ് phi ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ ഞാൻ തന്നെ അത് നോക്കാം. phi ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ W1 ഇസ് ഈക്വൽ ടു VL ഇൻറ്റു IL ഇൻറ്റു cos ഓഫ് 30 മൈനസ് 30 അല്ലെ? അപ്പം VL ഇൻറ്റു IL ഇൻറ്റു cos 0 ദാറ്റ് ഈസ് ഈക്വൽ ടു VL ഇൻറ്റു IL. W2 ഇസ് ഈക്വൽ ടു VL ഇൻറ്റു IL ഇൻറ്റു cos 30 പ്ലസ് phi എന്ന് പറയുന്നത് ഇപ്പൊ 30 ഡിഗ്രി ഉണ്ട്. അപ്പൊ cos 60. cos 60 എന്ന് പറയുന്നത് എന്താണ്? VL ഇൻറ്റു IL ഇൻറ്റു cos 60 എത്ര വരും? ഹാഫ് അല്ലേ cos 60 എന്ന് പറയുന്നത്? സോ VL ഇൻറ്റു IL ഇൻറ്റു 1/2. അപ്പം ഇത് W ആണെങ്കിൽ, VL ഇൻറ്റു IL W ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? W ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, അപ്പം W1 വാട്ട് മീറ്റർ W ആണെങ്കിൽ ഇവിടെ റീഡ് ചെയ്യുന്നത് W/2 ആണ്. അപ്പൊ നിങ്ങൾ ഒരു പവർ മെഷർമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാട്ട് മീറ്ററിൽ 5ഉം വേറൊരു വാട്ട് മീറ്ററിൽ 10ഉമാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടുത്തെ പവർ ഫാക്ടർ 30 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് phi ഇസ് ഈക്വൽ ടു 60 ഡിഗ്രിയുടെതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ phi ഇസ് ഈക്വൽ ടു 60 ഡിഗ്രിയുടെ എങ്ങനെയാണെന്ന് നോക്കാം. W1 ഇസ് ഈക്വൽ ടു VL ഇൻറ്റു IL ഇൻറ്റു cos ഓഫ് 30 മൈനസ് 5 എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പം VL ഇൻറ്റു IL ഇൻറ്റു cos ഓഫ് മൈനസ് 30 ഡിഗ്രി. അതൊരു ഇക്വേഷൻ.
W2 is equal to VL into IL into cos of 30 plus 60 degree. അപ്പം VL into IL into cos of 90 degree. That is equal to cos 90 എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പം ഇത് 0 ആവും. W2 എന്ന് പറയുന്നത് 0 ആവും. W1 എന്ന് പറയുന്നത് VL into IL into cos of minus 30 degree. Cos of minus 30 degree എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? Cos of നെഗറ്റീവ് ആംഗിൾ എന്താണ്? Cos of a നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് cos of minus 30 എന്ന് പറയുന്നത് ഈക്വൽ ടു cos 30 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് √3/2 into VL into IL. അപ്പം 60 ഡിഗ്രി ആണെങ്കിൽ √3/2 into VL into IL എന്ന് കിട്ടും. W2 0 ആയിരിക്കും റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫൈ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി വരെയുള്ള കേസിൽ, ഫൈ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി വരെയുള്ള കേസിൽ എല്ലാ വാട്ട് മീറ്റർ റീഡിങ്ങും പോസിറ്റീവ് ആണ് റീഡ് ചെയ്യുന്നത്. പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഇനി ഫൈ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഫൈ ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈ ഗ്രേറ്റർ ദാൻ 60 എന്ന് പറയുമ്പോൾ ഞാൻ ഫൈ ഒരു 80 ഡിഗ്രി എടുത്തെന്ന് വെച്ചു. ഫൈ ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഫൈ ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. W1 ഇസ് ഈക്വൽ ടു VL into IL into cos of 30 minus 5 അല്ലേ? 30 minus 5 എന്ന് പറയുമ്പോൾ 30 minus 80 ഡിഗ്രി. അപ്പം VL into IL into cos of minus 50 ഡിഗ്രി എന്ന് കിട്ടി. It is equal to VL into IL. Cos of a നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്, cos 50 തന്നെ വരും. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ. ഇനി അടുത്ത് W2 എന്ന് പറയുന്നത് VL into IL into cos of 30 plus 5. അപ്പൊ VL into IL into cos of 30 plus 80 ഡിഗ്രി. അപ്പൊ ഇതെന്ന് പറയുന്നത് VL into IL into cos of 110. ഓക്കെ, അപ്പം 110 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കുന്നത് ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഇത് നോക്കിയേ, ഇങ്ങനെ ഞാനൊരു ക്വാഡ്രന്റ് വരച്ചു കഴിഞ്ഞാൽ ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, എഗെയിൻ ഇവിടെ 360 ഡിഗ്രി വരുന്നു. അപ്പം നിങ്ങൾക്ക് കൊച്ചിലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ സിൽവർ ടീ കപ്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എല്ലാ ഇത് കോസ് ടാന് ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ്, ഓൾ പോസിറ്റീവ്. സൈന് ഇവിടെ സൈൻ ആണെങ്കിൽ സൈൻ ഓഫ് തീറ്റ 90ക്കും 180ക്കും ഇടയിലാണെങ്കിൽ സൈന് മാത്രമേ പോസിറ്റീവ് ആയിരിക്കുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ടാൻ ഓഫ് തീറ്റ ഈ 180ക്കും 270ക്കും ഇടയിലുള്ള ഒരു വാല്യൂ എടുത്ത് നമ്മൾ ടാൻ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് കോസ് ഓഫ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് 270ക്കും 360ക്കും ഇടയിലുള്ള ഒരു വാല്യൂ എടുത്ത് നമ്മൾ കോസ് ഓഫ് ആ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കിയേ, ഇത് 110 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ആയിരിക്കുള്ളൂ, കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് ഒരു വാല്യൂ ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആയിരിക്കും വാല്യൂ, പക്ഷേ ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു 2 വാട്ട് മീറ്റർ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡയൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, പോയിന്റർ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പോയിന്റർ ഇവിടെ 0 to 100 വാട്ട് ആണെന്ന് വിചാരിക്കുക. ഒരെണ്ണം W1 പോസിറ്റീവ് റീഡ് ചെയ്യുക. അപ്പം അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ആവും, പോയിന്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. സപ്പോസ് നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് മീറ്ററിന്റെ നീഡിൽ ബാക്കിലോട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും.
ബാക്കിലോട്ട് നിൽക്കുന്നത്. അതായത് ഇതിവിടെ 0 ആണെങ്കിൽ ഇവിടെ 100. W2ന്റെ റീഡിംഗ് നെഗറ്റീവ് എന്ന് പറയുന്നത് വാട്ട് മീറ്റർ ബാക്കിലോട്ട് നിൽക്കും. ഓക്കെ, പവർ ഫാക്ടർ ആംഗിൾ ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രി ആണ്. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം, എൽ, സി ആൻഡ് വി. സി ഷോർട്ട് ചെയ്യും, വി ഇതിലോട്ട് പോകും, ലോഡ് ഇതിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു നെഗറ്റീവ് റീഡിങ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് കോയിലിന്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്യണം. അതായത് എം എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, എം സിയിലോട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇവിടെ എല്ലാവും ഇത് സി, എൽ സി ഷോർട്ട് ചെയ്യും, എമ്മിനെ എടുത്ത് നമ്മൾ ലോഡിലോട്ടും കൊടുക്കും. അപ്പൊ കറണ്ട് കോയിൽ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ വാട്ട് മീറ്ററിന്റെ ടോപ്പിക്സ് ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് എനർജി മീറ്റർ ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പൊയ്ക്കോ രമ്യ പൊയ്ക്കോ, കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതോടുകൂടി നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. കറണ്ട് കോയിൽ റിവേഴ്സ് ചെയ്യണമെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാമോ? കറണ്ട് കോയിൽ റിവേഴ്സ് ചെയ്യും, നെഗറ്റീവ് റീഡിംഗ് ആവുന്നത് മനസ്സിലായടാ? അത് മനസ്സിലായി. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വാട്ട് മീറ്റർ കാണും. ഓക്കെ, ഇതിനകത്ത് എം, എൽ, സി, വി ഇങ്ങനെ 4 ടെർമിനലും കാണും. ഇത് റീഡിങ്. ഞാൻ ഇതിനെ സർക്യൂട്ടിൽ വരച്ചു കഴിഞ്ഞാൽ എം, എൽ, സി ആൻഡ് വി. അപ്പൊ നമ്മൾ ഇതിൽ സാധാരണ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എം സി കണക്ട് ചെയ്യും, എമ്മിനെ ഫേസിലോട്ട് കണക്ട് ചെയ്യും, എല്ലിനെ ലോഡിലോട്ട് കണക്ട് ചെയ്യും, ഇത് തിരിച്ച് ന്യൂട്രലിലോട്ട് പോകും, വി എന്ന് പറയുന്നത് തിരിച്ച് ന്യൂട്രലിൽ കൊണ്ട് കണക്ട് ചെയ്യും. ഇതാണ് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്ന കാര്യം. അപ്പം ഈ 5 ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രിയുടെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ടാമത്തെ വാട്ട് മീറ്റർ ഉണ്ടല്ലോ, W2ന്റെ നീഡില് 0യുടെ പുറകിലോട്ടായിരിക്കും നിൽക്കുന്നത്. അതായത് അത് നെഗറ്റീവ് ആകുന്നു എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് കോയിലിന്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്യണം. കറണ്ട് കോയിലിന്റെ റിവേഴ്സ് കണക്ഷൻ തിരിക്കണമെന്ന് പറഞ്ഞാൽ എം കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എൽ ആക്കണം, എൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥാനത്ത് എം ആക്കണം. അപ്പം കണക്ഷൻ എങ്ങനെ മാറും? എല്ലിനെ ആയിരിക്കണം ഫേസിലോട്ട് കൊടുക്കേണ്ടത്, എം എന്ന് പറയുന്നതിന് ലോഡിലോട്ടും കണക്ട് ചെയ്യണം. ഇവിടെ ബാക്കി കണക്ഷൻ സെയിം തന്നെ, എല്ലും സിയും ആയിരിക്കും ഷോർട്ട് ചെയ്യണം. എമ്മും സിയും ഷോർട്ട് ചെയ്ത സ്ഥാനത്ത് എൽ സി ഷോർട്ട് ആവും. വി എന്ന് പറയുന്നത് പ്രഷർ കോയിലിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇങ്ങനെ കാര്യം മനസ്സിലായോ? മനസ്സിലായോ സാർ? ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ല എന്ന് പറയാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you everyone. We'll see you in the next class. Okay, you can leave the session.